ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 പേർക്ക് പരിക്കേറ്റു, 3 പേർ ഉൾപ്പെട്ടു ഈ അപകടത്തിൽ എന്താണ് അവിടുത്തെ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നത്. 2 പേർക്ക് പരിക്കുണ്ട്, ഒരാൾ കുട്ടിയാണ്. വേഗത്തിൽ തന്നെ ഇവരെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ്. ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധനകൾ തുടരുന്നുണ്ട്. ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നതാണ് പൊതുവിൽ അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എങ്കിലും ഫയർഫോഴ്സ് അക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. കെട്ടിടം വീണ്ടും ആ ഇടിഞ്ഞ ഭാഗം വീണ്ടും നിലംപൊത്താനുള്ള അപകടകരമായ സാധ്യതയും തുടരുകയാണ്. 2 മന്ത്രിമാർ കോട്ടയത്തുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജും മന്ത്രി VN വാസവനും രണ്ടുപേരും കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടമുണ്ടായ ഭാഗത്തേക്ക് എത്തി. ഇപ്പോൾ പ്രവർത്തിക്കുന്ന കെട്ടിടമായിരുന്നില്ല, സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമായിരുന്നു എന്നാണ് VN വാസവൻ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. അവിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പ്രവർത്തിക്കുന്ന കെട്ടിടമല്ലാത്തതിനാൽ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. പഴയ കെട്ടിടമാണ്, 3 നില കെട്ടിടമാണ് നിലംപൊത്തിയിരിക്കുന്നത്. ശുചിമുറി ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഭാഗമാണ് ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത് എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങളുമായി തുടരുന്നത്. നമുക്കൊരു പ്രതികരണത്തിലേക്ക് പോവാം. കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഇടിഞ്ഞു താഴുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ സാഹസ്യമായി പയ്യൻ രക്ഷപ്പെടുത്തി. അതിനെ 2 പേരെ കാണാൻ ചാൻസ് ഉള്ളൂ. മാറ്റി അല്ല, ഇത് ഉപയോഗിച്ചോണ്ടിരിക്കുകയാണ്. ബാത്റൂമുകളൊന്നും ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നില്ല. ഇതെന്ത് ഭാഗം വല്ലതും അറിയൂ? അത് നമുക്കറിയത്തില്ല. കണ്ടോണ്ടിരിക്കുമ്പോഴാണ് ഇടിഞ്ഞു താഴുകയാണ്. ഞാൻ ഇവിടെ ചായക്കടയുടെ അവിടെ നിൽക്കുന്നു. വലിയ ശബ്ദം. അതെ, ശൗചാലയം. അതെനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. 2 പേരെ ഇപ്പൊ മാറ്റിയിട്ടുണ്ടല്ലേ? 2 പേരെ മാറ്റി. ഈ അപകടത്തിലെ ദൃക്സാക്ഷിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ കെട്ടിടത്തിന് തൊട്ടടുത്ത് ചായക്കട നടത്തുന്ന ചേട്ടന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം ഈ അപകടം നടക്കുന്ന സമയത്ത് അപകടം നേരിട്ട് കണ്ട ആളാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയുടെ ഈ കെട്ടിടമാണ് തകർന്നു വീണിരിക്കുന്നത്. 14-ാം വാർഡിന്റെ ഒരു ഭാഗമാണ് തകർന്നത്. ആ സമയത്ത് കെട്ടിടത്തിൽ 3 ആളുകൾ ഉണ്ടായിരുന്നു, 2 മുതിർന്നവരും ഒരു കുട്ടിയും. ഗാന്ധിനഗർ പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്, ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിൽപ്പെട്ട ഒരു കുട്ടിയെ വളരെ സാഹസികമായാണ് രക്ഷപ്പെടുത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. മറ്റ് 2 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉപയോഗശൂന്യമായ കെട്ടിടമാണ് തകർന്നു വീണതെന്നാണ് മന്ത്രി VN വാസവൻ പറഞ്ഞത്. അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറയുന്നുണ്ട്. കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു. പുതിയ കെട്ടിടത്തിലേക്കുള്ള മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു എന്ന് മന്ത്രി പറയുന്നുണ്ട്. ഒരാഴ്ച മുൻപ് മന്ത്രിമാരുടെ മന്ത്രിതല യോഗം ഇവിടെ ചേർന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കെട്ടിടം പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റാനുള്ള, അതായത് ഇവിടെ പ്രവർത്തിക്കുന്ന വാർഡുകൾ ഇവിടെ നിന്ന് മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു. കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച് പുതിയ കെട്ടിടം സമീപത്ത് തന്നെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ അവിടേക്ക് മാറ്റാനായിരുന്നു തീരുമാനം. അതിനു മുൻപാണ് ഇപ്പോൾ ഈ വലിയൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഭാഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ സമയത്തൊക്കെ ഇതിലൂടെയൊക്കെ നടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴാണ് ഈ അപകടം നടന്നതെങ്കിൽ അതിന്റെ ആഘാതം നമുക്ക് ആലോചിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. നിലവിൽ ആർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും സാരമുള്ളതല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. ഒരു കെട്ടിടത്തിന്റെ ശുചിമുറി അടക്കം പ്രവർത്തിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ പൂർണ്ണമായും ഇടിഞ്ഞ് താഴെ വീണിരിക്കുന്നത്. ഗാന്ധിനഗർ പോലീസ് അവിടേക്ക് എത്തിയിട്ടുണ്ട്, ഫയർഫോഴ്സ് സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതികരണം കൂടി. ഒരു കൊച്ച് കിടന്ന് കരയുന്നുണ്ട്. അതിനകത്ത് പെട്ടുപോയായിരുന്നു. അപ്പം അതിൻ്റെ നടുവ് പോകുന്നില്ലെന്ന് പറഞ്ഞത്. അപ്പം എടുത്ത് തോളയിട്ടുകൊണ്ട് ഇറങ്ങി വന്നു. അതാ ചോര, അല്ലാതൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇപ്പം ആളുണ്ടെന്നില്ല, പക്ഷെ ആളൊന്നും കാണാൻ ചാൻസ് ഇല്ല. ആളുണ്ടെന്നുള്ള ചാൻസ് ഇല്ല. കാരണം ആളുണ്ടെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് ആയാലും റിപ്പോർട്ട് ചെയ്തേനെ. ഇവിടെ എല്ലാം ഉപയോഗിക്കണം. ബാത്റൂമിൽ വന്നിട്ട് വീണതാ, അല്ലാതെ അതിന് സാരമായിട്ട് മരിക്കില്ല. ദേഹത്ത് ഇച്ചിരി മുറിവുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് വലിയൊരു അപകടമുണ്ടായത്. പക്ഷേ 3 പേർക്ക് മാത്രമേ 3 പേരെ ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നത് ആശ്വാസകരമാണ്. അവരുടെ പരിക്ക് അത് ചെറുതാണ് എന്നതും വലിയ ആശ്വാസം നൽകുന്ന വിവരമാണ്. ഉപയോഗിക്കാത്ത കെട്ടിടമായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവിടെ സാധനങ്ങളും മറ്റും സ്റ്റോക്ക് ചെയ്യുന്ന ഏരിയ ആയിരുന്നു, അതാണ് ഇടിഞ്ഞ് താഴേക്ക് പതിഞ്ഞത്. കോട്ടയം മെഡിക്കൽ കോളേജ് പോലെ 1000-10,000 ഒരു ദിവസം ചികിത്സയ്ക്കായി എത്തുന്ന ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ എങ്ങനെയാണ് അവിടെ ഒരു കെട്ടിടം ഇടിഞ്ഞ് താഴേക്ക് നിലംപൊത്തുക? ഇങ്ങനെ അപകടകരമായി അങ്ങനെ ഒരു കെട്ടിടം അവിടെ നിൽക്കുന്ന കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ആരുടെ ഉത്തരവാദിത്തമാണ് എന്ന ചോദ്യമൊക്കെയാണ് ഈ മണിക്കൂറിൽ ഇനി ഉയർന്നു വരിക. സ്വാഭാവികമായും അവിടെ മറ്റാളുകൾ ഉണ്ടായിരുന്നെങ്കിൽ, വലിയ അത്യാഹിതം സംഭവിച്ചുവെങ്കിൽ ആർക്കായിരുന്നു അതിൻ്റെ ഉത്തരവാദിത്തം എന്നതും വളരെ പ്രധാനമാണ്. കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന സ്ഥിതി എങ്ങനെ ഉണ്ടായി? ഇതിൻ്റെ കാലപ്പഴക്കം എത്രത്തോളമുണ്ട്? കാലപ്പഴക്കം കൊണ്ടാണോ ഇടിഞ്ഞ് താഴേക്ക് പോകുന്നത്, അതോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ?
കൃത്യമായി പരിപാലിക്കാത്തതുകൊണ്ടാണോ ഇടിഞ്ഞ് താഴേക്ക് വീണത് തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊക്കെ ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും കിടക്കുന്നില്ല എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. എങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകൾ തുടരുന്നു. ഫയർഫോഴ്സാണ് ആരെങ്കിലും ഇല്ലെങ്കിൽ അക്കാര്യത്തിൽ സ്ഥിരീകരണം ഇനി നൽകേണ്ടത്. ഫയർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അവർ അവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. കെട്ടിടം വീണ്ടും ഇടിഞ്ഞു വീഴാനുള്ള സാഹചര്യവുമുണ്ട്. അതുകൂടി കണക്കാക്കിക്കൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്.